ഫെബ്രുവരി 19 വിശുദ്ധ കോൺറാഡ്. ജനനം 1290 AD, മരണം 1354 AD. വിശുദ്ധ കോൺറാഡ് മരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്നു. കോൺറാഡ് വടക്കൻ ഇറ്റലിയിലെ പിയാചെൻസായിൽ 1290 ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം യുവത്വത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവാഹം കഴിച്ച് സന്തുഷ്ടവും സമാധാനപൂർവമായ ഒരു ജീവിതം നയിച്ചിരുന്നു. സൈനികൻ്റെ ജോലി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം നായാട്ടായിരുന്നു. ഒരു ദിവസം വേട്ടയ്ക്കിടയിൽ ഒരു കാട്ടുമൃഗം കാട്ടിനുള്ളിൽ കുടുങ്ങി. മൃഗത്തെ പുറത്തു ചാടിക്കാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സേവകർ കാടിന് തീവച്ചു. നിർഭാഗ്യവശാൽ അവിടെ ശക്തമായ ഒരു കാറ്റ് വീശിയതുകൊണ്ട് തീ ആളിക്കത്തി അടുത്തുള്ള ഗോതമ്പ് വയലിലേക്കും ചുറ്റുമുള്ള ഗ്രാമത്തിലേക്കും പടർന്നു കയറി പാർപ്പിടങ്ങളും കൃഷിയും നശിപ്പിച്ചു. രോഷാകുലരായ ഗ്രാമവാസികൾ അവിടെ കണ്ട ഒരു വിറകുവെട്ടുകാരനെ സംശയിച്ച് പിടികൂടി അവൻ്റെ മേൽ കുറ്റം മുഴുവൻ ആരോപിച്ചു. നിരപരാധിയായ ആ പാവം മനുഷ്യനെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അധികാരികൾ മരണത്തിന് വിധിച്ചു. ഈ വാർത്ത കേട്ട് കോൺറാഡ് കുറ്റബോധത്തിൽ അസ്വസ്ഥനായി അധികാരികളുടെ അടുത്ത് ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് ആ വിറകുവെട്ടുകാരനെ സ്വതന്ത്രനാക്കി വിട്ടു. തീപിടുത്തത്താൽ ഉണ്ടായ നഷ്ടം മുഴുവൻ പരിഹരിക്കാൻ തൻ്റെ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും വിട്ടുകൊടുത്തു. കോൺറാഡും ഭാര്യയും ഈ സംഭവത്തിൽ ദൈവത്തിൻ്റെ ഇച്ഛയും പദ്ധതിയുമാണ് കണ്ടത്. ഇത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തീർന്നു. ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടെ വിറ്റ് അവർ ദരിദ്രർക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ലാര മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം ആരംഭിച്ചു. കോൺറാഡ് ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്ന് ഒരു കുടിൽ കെട്ടി അവിടെ ഏകാന്തവാസം തുടങ്ങി. അധികം കഴിയുന്നതിന് മുൻപ് തന്നെ കോൺറാഡ് സകലരുടെ സ്നേഹാദരവുകൾ നേടി. എന്നാൽ പ്രസിദ്ധിയും ബഹുമാനവും ഒട്ടും ആഗ്രഹിക്കാത്തതിനാൽ അദ്ദേഹം ഒരു തീർത്ഥാടകനായി സഞ്ചരിച്ചിരുന്നു. അവസാനം ഇറ്റലിയുടെ തെക്കേ അറ്റത്ത് സിസിലിയിലെ നോട്ട താഴ്വരയിലേക്ക് പോയി. അവിടെ ഒരു ആശ്രമകുടീരം കെട്ടിയുണ്ടാക്കി 30 വർഷം അവിടെ കോൺറാഡ് ഏകാന്ത ജീവിതം നയിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് അകന്നുമാറി ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ഏകാന്തതയിൽ കഴിയുന്നതായിരുന്നു കോൺറാഡിൻ്റെ ആഗ്രഹം. പക്ഷേ നേരെ വിപരീതമായിരുന്നു അതിൻ്റെ ഫലം. അദ്ദേഹം കൂടുതൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം കോൺറാഡ് സിറാക്കൂസിലെ മെത്രാനെ സന്ദർശിക്കാൻ പോയപ്പോഴും അനുതാപ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് നോട്ടായിലേക്ക് പോകുമ്പോഴും ഒരു കൂട്ടം പക്ഷികൾ അദ്ദേഹത്തിന് ചുറ്റും പാടി പറന്നുകൊണ്ട് അകമ്പടി പോയിരുന്നു. അക്കാലത്ത് നോട്ടയിൽ പ്രസിദ്ധമായ ഒരു കുരിശ് രൂപമുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഈ കുരിശടിയിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. ആ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ മുട്ടിന്മേൽ നിൽക്കുന്ന നിലയിൽ 1354 ഫെബ്രുവരി 19 വിശുദ്ധ കോൺറാഡ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പൂജ്യമായ ഭൗതിക ശരീരം നോട്ടോയിലെ വിശുദ്ധ നിക്കോളാസിൻ്റെ പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹെർണിയായുടെ അസുഖം അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ കോൺറാഡ്. 1516 10-ാം ലേയോ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നോട്ട ഗ്രാമത്തിന് അനുമതി കൊടുത്തു. പിന്നീട് ഉർബൻ മാർപ്പാപ്പ ഈ അനുവാദം ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മുഴുവനും കൊടുത്തു. ഫ്രാൻസിസ്കൻ സഭക്കാർ ആദ്യകാലം മുതൽ ഫെബ്രുവരി 19 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. വിചിന്തനം: വിവാഹം വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ല. കോൺറാഡും ഭാര്യയും വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചു. ദാരിദ്ര്യമായിരുന്നു കോൺറാഡിനെ താപസ ജീവിതത്തിലേക്ക് നയിച്ചത്. ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായ അദ്ദേഹം ദാരിദ്ര്യത്തിൽ ഫ്രാൻസിസ് അസീസിയെ അനുകരിച്ചു.